എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 30 ഞായറാഴ്ചയാണ്. നാളെ ഡിസംബർ 1 നെക്സ്റ്റ് മന്ത് സീരീസ് ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് വീക്കായി വരാനുള്ളത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഒരു അപ്സൈഡിലാണ് ഉള്ളത്. അല്പാൽപമായി കയറി ആൾ ടൈം ഹൈ, അതായത് 2024 ഒക്ടോബറിൽ ക്രിയേറ്റ് ചെയ്ത ആ ആൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുകയും അവിടെ നിന്ന് ചെറുതായിട്ട് 26,202 എന്നുള്ള ലെവലിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത ആഴ്ച 26,500 മുകളിൽ പോകുമോ, ഇല്ല 26,000 തിരിച്ചു വരുമോ? ഇപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് 26,000 അതിലേക്ക് തിരിച്ചു വരുമോ? അടുത്ത ആഴ്ചയിലെ ഇവന്റ്സുകൾ എന്തൊക്കെയാണ്? അതുപോലുള്ള കാര്യങ്ങൾ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ധാരാളം ജോയിൻ ചെയ്യാവുന്നതാണ്. ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പ്രീമിയം ചാനൽ ഓഫറുകളൊക്കെ ഉണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് മാർക്കറ്റിലേക്ക് കടക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം ഇന്ത്യയുടെ GDP ഡാറ്റ വന്നിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 8.2% ആണ് ഇന്ത്യയുടെ GDP ഡാറ്റ. നമ്മൾ എക്സ്പെക്റ്റേഷൻ തന്നെ, ഇന്ത്യയുടെ എക്സ്പെക്റ്റേഷൻ തന്നെ 7.7, 7.8 ഒക്കെ ആയിരുന്നു. എന്നാൽ 8.2% വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വാർട്ടറിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ ചെയ്തത് 6.5, 6.8 വരെ ആയിരുന്നു. എന്നാൽ പ്രീവിയസ് ക്വാർട്ടറിൽ നമുക്ക് GDP 7.8 ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം 7.5 to 7.8 ആയിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ. എന്നാൽ 8.2 എന്നുള്ള ഒരു നല്ല ഫാന്റാസ്റ്റിക് ലെവലിലേക്ക് വന്നിരിക്കുന്നു GDP. ഇനി നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് വീക്ക്, അതായത് അടുത്ത ആഴ്ച ഫ്രൈഡേ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 5.5 ആണ് ഫോർകാസ്റ്റ്. അതായത് ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത് 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്ന് തന്നെയാണ്. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ 5.25 എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഏതായിരുന്നാലും അത് പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് RBIയുടെ മോണിറ്ററി പോളിസി. അതോടൊപ്പം തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ അതും 50% കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 3.75% ആണ്. 50% കട്ട് ചെയ്യുമ്പോൾ 3.25%ലേക്ക് ക്യാഷ് റിസർവ് റേഷ്യോ വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശരിക്കും മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് ഡാറ്റയും വരുന്നതുവരെ പരമാവധി ട്രേഡിംഗ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് മാർക്കറ്റിൽ കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പൊതുവേ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പേടിയാണ്. കാരണം ഫ്രൈഡേ നമ്മുടെ പരിധികൾക്കപ്പുറമാണ് ഫ്രൈഡേ. വോളറ്റിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സൈഡ് വേ ആയിരിക്കും. മേപ്പോട്ട് എടുത്താൽ കീഴ്പോട്ട് വരും, കീഴ്പോട്ട് എടുത്താൽ മേപ്പോട്ട് പോകും, അങ്ങനെയൊക്കെ. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഹാൻഡിങ്, പ്രീമിയം DK തുടങ്ങി എല്ലാ നൂലാമാലകളും ഉണ്ടാകുന്ന ദിവസമാണ് ഫ്രൈഡേ. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ പരമാവധി നെക്സ്റ്റ് ഫ്രൈഡേ, ഇനി 5 ദിവസം ഉണ്ട് കേട്ടോ, പരമാവധി ട്രേഡിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വീഡിയോ നിങ്ങളൊന്നും ഇന്ന് കണ്ടവരാ ചിലപ്പോൾ നാളെ കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വരുന്ന അടുത്ത ദിവസങ്ങളിൽ വരുന്ന വീഡിയോയിലും ഇത് ചിലപ്പോൾ പറയാൻ മറക്കും. ഇനി നമ്മുടെ മാർക്കറ്റിനെ ഇതുപോലെ തന്നെയുള്ള ഘടകങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നതോടൊപ്പം ഡിസംബർ 11 ഇൻട്രസ്റ്റ്, അതായത് ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അതിൽ 25 ബേസിസ് പോയിന്റ് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ള തീരുമാനം 75% ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൺഫേം ആക്കാം അത് ഒരു 25 ബേസിസ് പോയിന്റ് കൂടെ കട്ട് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഇപ്പോൾ തന്നെ അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ 4.5% ആണ്. അത് 4.25% ആയി മാറും എന്ന് മാത്രം. മറ്റൊന്ന്, റഷ്യയും യുക്രൈനും തമ്മിലുള്ള വാർ, അത് നിർത്താനുള്ള എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം അത് നിർത്തേണ്ട, യുദ്ധം അവസാനിപ്പിക്കേണ്ട രൂപത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത് നമുക്കൊരു മാർക്കറ്റിൽ, വേൾഡ് മാർക്കറ്റിൽ തന്നെ അതൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക്
മാർക്കറ്റുകൾ കൊണ്ടുവരും. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി 4th ഡിസംബർ, അതായത് നെക്സ്റ്റ് വീക്ക് 4th റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ അവിടെ തീരുമാനമാകും. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റഷ്യയിൽ നിന്ന് പുടിൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകം മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യേണ്ടത് അമേരിക്ക, അതായത് US റഷ്യൻ പ്രസിഡന്റ് വരുന്നതിനെ നമ്മളെക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ ഫൈനൽ ആയിട്ടില്ല. അത് ഇന്ന് നാളെ എന്ന് പറയുന്ന രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ നേരത്തെ തന്നെ ഇത് ട്രേഡിംഗ് ഡീൽ ഫൈനലൈസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് താരിഫ് ഇത്ര ശതമാനം എന്നുള്ളത് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഡിസംബർ 4 വ്ളാഡിമിർ പുടിൻ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ എത്തരത്തിലായിരിക്കും എന്നുള്ളത് ചിലപ്പോൾ അമേരിക്കയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അമേരിക്കയുടെ എല്ലാ പ്ലാനുകളും വൃഥാവിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വന്നു പോയതിന് ശേഷം മാത്രമേ ഇനി ഇന്ത്യ US ട്രേഡിംഗ് ഡീലിനൊരു ഫൈനൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇമ്പോർട്ടൻ്റായി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യ US ട്രേഡിംഗ് ഡീൽ ഫൈനൽ ആവാതെ നടക്കുന്നത് നമുക്ക് ഇപ്പോഴും ഒരു മാർക്കറ്റിൽ ഒരു നെഗറ്റീവായിട്ട് തന്നെ തുടരുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ രൂപ മൂല്യം കുറഞ്ഞു, ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ വെള്ളിയാഴ്ച നോക്കുമ്പോൾ 89.6 എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 475 പോയിന്റ് പോസിറ്റീവിലാണ്, 85,706 എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 134 പോയിന്റ്, അതായത് വീക്ക്ലി വൈസ് ആണ് പറയുന്നത്, 134 പോയിന്റ് പോസിറ്റീവിൽ 26,202 എന്നുള്ള ലെവലിലും ക്ലോസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 59,752 എന്നുള്ള ലെവലിലും ക്ലോസ് ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി എല്ലാം ആൾറെഡി ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും അത് ആൾ ടൈം ഹൈയിൽ ഓരോ ദിവസവും ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. 59,866 എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ആൾ ടൈം ഹൈ. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപ്പ് 0.5% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ് 2% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പാണ് വളരെയധികം, അതായത് ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ തന്നെ ഒരുപക്ഷെ നിഫ്റ്റിയെ തന്നെ താഴേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സെന്റിമെന്റിലാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സ്മോൾ ക്യാപ്പ് ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും സ്മോൾ ക്യാപ്പ്, അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിലൊക്കെ ആയിരിക്കും. അതിൽ സ്മോൾ ക്യാപ്പാണ് ഇപ്പോൾ ഒരു പിടി തരാതെ ഇപ്പോൾ ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിലും കൂടി തന്നെ നമുക്ക് ചാർട്ട് പരിശോധിക്കുമ്പോൾ നോക്കാൻ പറ്റും സ്മോൾ ക്യാപ്പ് വീണ്ടും ഒരുപക്ഷെ താഴത്തേക്ക് പോകുന്ന രൂപത്തിൽ തന്നെയാണ് പാറ്റേൺ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലാർജും മിഡും എല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്മോൾ ക്യാപ്പിനും ഒരുപക്ഷെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ചാർട്ട് നോക്കാം. അപ്പോൾ സ്മോൾ ക്യാപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണടച്ച് നെക്സ്റ്റ് വീക്ക്, അതായത് ഇപ്പോൾ മാർക്കറ്റ് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ 24,500 വന്നപ്പോൾ 22,000 വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്ത് ഇരുന്നവർ ഇപ്പോൾ കുറേശ്ശെ കയറി ഇപ്പോൾ 26,200 എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നായിരിക്കും മൈൻഡ് സെറ്റ് മാറിയിട്ട് ഇനി മുകളിലേക്ക് പോകും എന്നുള്ള ആൾ ടൈമായി ക്രോസ് ചെയ്തല്ലോ. അപ്പോൾ ഇനി മുകളിലേക്ക് പോകും എന്നുള്ളൊരു നിഗമനത്തിൽ പെട്ടെന്ന് എടുത്ത് ചാടി ഇപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരട്ടെ. ഒരു പക്ഷേ ചെറിയൊരു 26,000 എന്നൊരു സപ്പോർട്ടിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തിയിട്ട് വീണ്ടും പോകുമ്പോൾ എന്ത് ചെയ്യാം, 26,000 ഒരു റേഞ്ച് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഏതായാലും നല്ലത് സ്മാൾ ക്യാപ്പ് ഫ്ലാറ്റിലാണ്. അതുപോലെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഫാർമ, അതുപോലെ മീഡിയ, PSU ബാങ്ക്, ബാങ്ക് നിഫ്റ്റി, മെറ്റൽ എല്ലാം തന്നെ 1% മുതൽ 2% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
എന്നാൽ ഡിഫൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ് വന്നിട്ട് 1% ഡൗണിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. FIs വീണ്ടും സെല്ലിങ്ങിൽ തന്നെയാണ് അവർ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. 3659 കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച നടത്തിയിരിക്കുന്നത്. എന്നാൽ 22,762 കോടിയുടെ ബൈയിങ് നടത്തി നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ് ട്രെൻഡിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ റഷ്യ, ഇന്ത്യ, റഷ്യയിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യ US ട്രേഡിംഗ് ഡീല്, ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവോട് കൂടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഫൈനൽ ആവുകയാണെങ്കിൽ 26,200 എന്നുള്ളതിൽ നിന്ന് ഈ നെക്സ്റ്റ് വീക്ക് തന്നെ 26,500 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. 26,500 നിന്ന് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായും 26,900 വരെയൊക്കെ പോകാനുള്ള സാധ്യത നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ സപ്പോർട്ട് നമ്മൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 26,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 26,000 വരെ ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റിന് സാധ്യതയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും 26,000 വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ 26,000 താഴെ വരികയാണെങ്കിൽ 25,700 എന്നുള്ള റേഞ്ച് വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അതിന് താഴെ എന്തായാലും ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 26,000 താഴെ വരുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാരണം ഒരുപാട് പോസിറ്റീവ് ന്യൂസുകളാണ് നെക്സ്റ്റ് വീക്ക് നമുക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ളത്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 26,300 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട്, അതിന് മുകളിൽ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ 26,500 സഡൻലി എത്താനുള്ള സാധ്യതയുണ്ട്. 26,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നോൺ സ്റ്റോപ്പായിട്ട് 26,900 വരെയൊക്കെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അങ്ങനെയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് 59,100 എന്നുള്ള ഒരു റേഞ്ചിലാണുള്ളത്. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 60,000 മുകളിലേക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ബ്രേക്ക്ഔട്ട് നടത്തുകയാണെങ്കിൽ 60,500 വരെയൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. December 1 മൺഡേ, അതായത് നാളെ GST കളക്ഷൻ വരുന്നുണ്ട്. പ്രീവിയസ് GST കളക്ഷൻ നടക്കുന്ന സമയത്ത് കാർ, ബൈക്ക് തുടങ്ങിയ ഡീലർമാരുടെ ഓരോ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇനി വരുന്ന GST കളക്ഷൻ, അതായത് നാളെ വരുന്ന GST കളക്ഷൻ വരുമ്പോൾ അതുപോലുള്ള ഓഫറുകളോ അല്ലെങ്കിൽ ഫെസ്റ്റിവലുകളോ ഇല്ല. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. GST റീഫോം നടന്നതിന് ശേഷം ലാസ്റ്റ് മന്ത് ഡാറ്റ ബെറ്റർ ആണ്. ഇനി വരുന്ന കളക്ഷൻ ഡാറ്റ, GST കളക്ഷൻ ഡാറ്റ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കതൊരു പ്രധാന വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ആട്ടോ സെയിൽസ് ഡാറ്റ വരുന്നുണ്ട്. വൈകുന്നേരം 8:30 PM USA ISM മാനുഫാക്ചറിങ് PMI ഡാറ്റയും വരുന്നുണ്ട്. ഇനി മറ്റന്നാൾ ട്യൂസ്ഡേ December 2 രാവിലെ 10:30 ജപ്പാൻ്റെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 3:30 EA ഇൻഫ്ലേഷൻ റേറ്റ് ഡാറ്റയും വരുന്നുണ്ട്. അത് 2.1% ആണ് നിലവിൽ. എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത് 2.2%. ഇനി വെനസ്ഡേ December 3 വൈകുന്നേരം 8:30 USA ISM സർവീസ് PMI ഡാറ്റ വരുന്നുണ്ട്. വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളൊന്നുമില്ല. ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ 10 മണിക്കാണ് ഇന്ത്യയുടെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നടക്കുന്നത്. നിലവിൽ 5.5% പറഞ്ഞു. എക്സ്പെക്റ്റേഷൻ 5.25%. അന്ന് തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ വരുന്നുണ്ട് 3.75 നിലവിലെ ഫോർകാസ്റ്റ് 3.25. രാത്രി 8:30 USA കോർ PCI ഡാറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവൻറ്റ്സുകളായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് GST കളക്ഷൻ, അതുപോലെ തന്നെ RBI ഇൻട്രസ്റ്റ് റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. നിഫ്റ്റി ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. നോക്കൂ, നിഫ്റ്റിയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓരോ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അപ്സൈഡിലേക്ക് വന്നു, വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്തു, അതിനും മുകളിലേക്കെത്തി, വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്തു, അതിനും മുകളിലേക്കെത്തി, വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്തു, അതിനും മുകളിലേക്കെത്തി.
ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ 26,200 എന്നുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് 26,000 എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 26,000 എന്നുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ, അതായത് ഇത് ഫ്രൈഡേ, തേഴ്സ്ഡേ, വെനസ്ഡേ, ഈ വെനസ്ഡേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബിഗ് ക്യാൻഡിൽ, അന്ന് 320 പോയിന്റോളം പോസിറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, 365 പോയിന്റിൻ്റെ റാലിയാണ് അന്ന് മാത്രം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,205 ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 26,205 പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ബോട്ടം പിടിച്ചു കഴിഞ്ഞാൽ 359 പോയിന്റ്, ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരുന്നത്. നോക്കൂ, 26,022 യെല്ലോ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടല്ലോ. നമുക്ക് 26,000. അപ്പോൾ 26,000 നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാം. അതിന് താഴെ ഈ ഒരു ഇതിനും ബോട്ടത്തിനും താഴെ വരികയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇവിടെയാണ് 25,730, അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡി വരെ 25,762, 25,750. ഓക്കെ, ഈ ഒരു ലെവൽ വരെ 25,750 വരെ ഒന്നും വരാനുള്ള സാധ്യതയില്ല. 26,000 ഒരു പക്ഷേ തൊട്ട് പോയേക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 26,310 ഹൈ. ഇത് തന്നെയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 26,500 ഒക്കെ നോക്കിയാൽ മതി. അതിനിടയ്ക്ക് ചെറിയ താഴ്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാവും. സിഗ്സാഗ് ആയിട്ടാണല്ലോ ട്രേഡിംഗ് നടക്കുക, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും. റെസിസ്റ്റൻസ് ഫസ്റ്റ് 26,310, സെക്കൻഡ് 26,000 വീക്കിലി വൈസാണ് പറയുന്നത്, 26,500. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് വാച്ച് ചെയ്യാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 59,752 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 59,100 ഈ ഒരു ഏരിയ, ഈ ഒരു സോൺ വരെ ഫസ്റ്റ് 59,100 എന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് വാച്ച് ചെയ്യാം. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 59,752, 60,000 എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 60,500 റേഞ്ചിലേക്കൊക്കെ വീക്ക്ലി ബേസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേ നമ്മൾ പറയുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ രണ്ടും ടച്ച് ചെയ്തിട്ടില്ല. ഫ്രൈഡേ പൊതുവേ വളരെ ഒരു ഡിഫിക്കൽട്ട് ഡേ ആണ്. ഓക്കെ, ഏതായിരുന്നാലും ഫ്രൈഡേ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ടച്ച് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 26,280 എന്നുള്ള ഒരു റേഞ്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ 26,310. ഓക്കെ, 26,310 റെസിസ്റ്റൻസ് ഇൻട്രാഡേ ലെവലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ടായിട്ട് ഈ റേഞ്ച് തന്നെ മതിയാവും. ഓക്കെ, നമുക്ക് മാറ്റം വരുത്തേണ്ടതില്ല. 26,140. അപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ മാത്രം അല്പം മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ എടുത്തു പോകാം. പക്ഷേ ഇവിടെ 26,310 വരുമ്പോൾ ചെറിയൊരു കറക്ഷൻ വന്നാൽ, അതായത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ബേജാറായി മാറും. അതുകൊണ്ടാണ് പറയുന്നത് 26,310 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ക്യാൻഡിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വെള്ളിയാഴ്ച നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾക്കുള്ളിലാണ് ട്രേഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ലെവലുകൾ മാറ്റേണ്ടതില്ല. 59,870 മുകളിൽ എൻട്രി എടുത്ത് പോകാം. അതുപോലെ തന്നെ സപ്പോർട്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, 59,530 താഴെ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഇങ്ങനെ ട്രേഡിംഗ് പരിശ്രമിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ രൂപത്തിൽ ഇനി സ്മോൾ ക്യാപ്പ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നോക്കൂ, ഇത് 15 മിനിറ്റ്സ്
ടൈം ഫ്രെയിമാണ്. താഴത്തേക്ക് ഈ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ തന്നെ 15 മിനിറ്റ്സിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേസമയം വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ആ ഡൗൺ സൈഡിലേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ വന്നിട്ട് ചിലപ്പോൾ ഇതൊരു റീടെസ്റ്റ് നടത്തി തിരിച്ചു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്മാൾ ക്യാപ്പിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ബാക്കിയുള്ള ട്രേഡിംഗ് ഒക്കെ നടത്തേണ്ടത്. സ്മാൾ ക്യാപ്പിലാണ് കൂടുതൽ ആളുകളും സ്മാൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് കൂടുതൽ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ സ്മോൾ ക്യാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ തന്നെ നോക്കൂ, റൗണ്ട് ബോട്ടത്തിലേക്ക് വരികയാണെങ്കിലും ഈ ഒരു ഏരിയ നമുക്ക് പ്രധാനമാണ്. അപ്പോൾ അതാണ് സ്മോൾ ക്യാപ്പിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും നാളെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.